ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. നമുക്കിന്നൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കിലോ ബീഫ് ഉപ്പും വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വാറ്റ വെച്ച് ബ്ലഡൊക്കെ നന്നായിട്ട് കളഞ്ഞ ബീഫ് റോസ്റ്റ് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മുളക് പൊടി വെച്ചാൽ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. നമുക്ക് പിന്നെ ഇതിൽ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്തേണ്ടതാണ്, അപ്പോൾ നോക്കിയിട്ട് ചേർത്താം. ഒപ്പം തന്നെ ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നോക്കിയിട്ടിടണം ഉപ്പ്. നല്ലോണം കൈ വെച്ച് തിരുമ്മിയതിന് ശേഷം കുറഞ്ഞ വെള്ളം ഒഴിച്ചിങ്ങനെ നമുക്കത് വേവിച്ചെടുക്കാം ആവശ്യത്തിന്. ഇപ്പോൾ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചെടുക്കുന്നത്. ഒപ്പം തന്നെ ഒരു 2 വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കിതൊരു 3, 4, 5 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഞാൻ 5 വിസിൽ കേൾപ്പിച്ചത്. ഒപ്പം തന്നെ 3 തുടം വെളുത്തുള്ളി, വലിയ 2 കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, ഉണക്കമുളകൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പൊന്നീരിയുടെ ചോറാണ് ഞാൻ ഇതിന് വെക്കുന്നത്. പിന്നെ പരിപ്പ്, ഉരുളൻകിഴങ്ങ്, തേങ്ങ അരച്ച് പെരുംജീരകം, ഉള്ളിയൊക്കെ അരച്ച പരിപ്പ് വെക്കുന്നുണ്ട്. ഒപ്പം പപ്പടവും. അങ്ങനെ ഞാൻ വിസിലേക്കാൻ വെപ്പിച്ച കുക്കറ് ഇറച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് 2 കഷ്ണം ഇഞ്ചിയാണ് വലിയ കഷ്ണം അരിഞ്ഞിട്ടതാണ്. അല്ല 3 തുടം വെള്ളുള്ളി. ഇതിൽ ഇഞ്ചിയും വെള്ളുള്ളിയും കൂടുതൽ കൂട്ടുക. സവാള എന്ന് അദ്ദേഹം ചേർത്തരുത്. 3 പച്ചമുളക്, വലിയ പച്ചമുളക് കീറിയിടുന്നുണ്ട്. ഒപ്പം തന്നെ 3-4 ഉണക്കമുളക് ഇടുന്നുണ്ട്. ചെറിയ കുഞ്ഞ് സവാള. അപ്പോൾ അങ്ങനെ കുക്കർ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇറച്ചിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. കുക്കറിൽ ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടാണ് നോക്കിയിടുക. പിന്നെ ഗരം മസാല ഇടുന്നുണ്ട്. നമുക്ക് മല്ലിപ്പൊടിയൊക്കെ ഇറച്ചി ചേർത്തിട്ടുള്ള ഇതിൽ വേറെ ചേർത്തണില്ല. വേവിച്ചിറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ തക്കാളി ഇട്ടത് ഞാൻ വീഡിയോ കട്ട് ചെയ്ത് പോയതാണ്, അത് കാണിക്കാൻ വിട്ടുപോയി. നമുക്കിത് വെള്ളം വറ്റുന്നവരെ ശേഷം നമുക്ക് നന്നായിട്ടിത് വെള്ളം വറ്റിച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി അങ്ങനെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയോ പൊറോട്ട, പൂരി, ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. ഞങ്ങൾ ഉച്ചക്ക് പൊന്നീരി ചോറിനൊപ്പം കൂട്ടി കഴിച്ചത്. രാത്രി ചപ്പാത്തിക്കും കൂട്ടി കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് റോസ്റ്റാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതൊന്ന് വിളമ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുക. ഇപ്പോൾ ഒരുപാട് ഇറച്ചി കിട്ടുന്നൊക്കെ സമയമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം, ബൈ.